ശുദ്ധ പ്രകൃതിയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. സാഹചര്യങ്ങളും സാമൂഹിക ഇടപെടലുകളും ഓരോ മനുഷ്യനെയും നന്നാക്കുകയും മോശമാക്കുകയും ചെയ്യാറുണ്ട്. അതായത് ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും കൂടുതൽ സ്വാധീനം ചെലുത്താറുണ്ട്. ഏത് മോശമായ മനുഷ്യനാണെങ്കിലും അവരുടെയും ഉള്ളിലുണ്ടാകും എനിക്കൊന്ന് നന്നാകണമെന്നുള്ളത്. എത്ര മോശപ്പെട്ടവനാണെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നന്നാവണമെന്ന് ആലോചിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. മനുഷ്യകുലത്തിന്റെ ശത്രുവായ ഇബ്ലീസുള്ള കാലത്തോളം നമ്മെ അവൻ പലപ്പോഴും തിന്മകളിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ചില ബൗണ്ടറികൾ നമ്മൾക്ക് ചുറ്റും നാം നിർമ്മിച്ചാൽ പിശാചുക്കൾ അത്ര വേഗത്തിൽ നമ്മളിലേക്ക് കടന്നാക്രമിക്കുകയില്ല. മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാർക്ക് മോശമായ ചിന്തകൾ അകറ്റാൻ വേണ്ടി ചില ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മഹാനായ ഷാദുലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഒരാൾക്ക് തൻ്റെ മനസ്സിൽ മോശമായ കാര്യങ്ങൾ, മോശമായ ചിന്തകൾ തോന്നിയാൽ, അല്ലെങ്കിൽ മനസ്സിന് വസ്വാസ് അനുഭവപ്പെട്ടാൽ തൻ്റെ വലതു കൈ നെഞ്ചിന്റെ മുകളിൽ വെക്കണം. എന്നിട്ട് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ. ഒന്നുകൂടി പറയാം, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ എന്ന ദിക്ർ 7 തവണ ആവർത്തിച്ച് ചെല്ലണം. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ എന്ന ദിക്ർ 7 തവണ ആവർത്തിച്ച് ചെല്ലണം. ചെല്ലുന്ന സമയത്ത് അവരവരുടെ വലതുകൈ അവരുടെ നെഞ്ചിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കണം ഈ ദിക്ർ ചെല്ലേണ്ടത്. ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 16-17 ആയത്തുകൾ കൂടി അവൻ ഓതണം. ഇൻ യശ യദ്ഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് എന്ന 2 ആയത്തുകൾ കൂടി ഈ ദിക്ർ 7 തവണ ചൊല്ലിയതിനു ശേഷം അവൻ പാരായണം ചെയ്യണം. നിസ്കാരത്തിലുള്ള വസ്വാസുകളൊക്കെ മാറാൻ നിസ്കരിക്കുന്നതിന് മുമ്പ്, തക്ബീർ കെട്ടുന്നതിന് തൊട്ട് മുമ്പായി അവൻ ഈ ദിക്ർ ചൊല്ലുകയും ഈ ആയത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്താൽ നിസ്കാരത്തിലുള്ള വസ്വാസുകൾ നീങ്ങുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.